ഗമജുബാ. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എവിടെയാണെങ്കിൽ വാഴയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വാഴയിലില്ല. അങ്ങനെ ആ ആഗ്രഹം ഡ്രോപ്പ് ആക്കിയാലെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു എന്തിനു ഡ്രോപ്പ് ആക്കണം, നമുക്ക് ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ. അങ്ങനെ ഈ 2 ഫോയിൽ പേപ്പർ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് നല്ലൊരു ടേബിളിൽ വിരിച്ചിട്ടു. എന്നിട്ട് അതിന്റെ സെന്ററിലായിട്ട് ചോറ് വിളമ്പി. നല്ല ചൂട് ചോറായിരുന്നേ. എന്നിട്ട് ചോറിന്റെ ഒരു സൈഡിലായിട്ട് നല്ല 1-ാം തരം ക്യാബേജും ക്യാരറ്റും കൂടെയുള്ള തോരൻ വെച്ചു. തോരൻ വെച്ചതിന് ശേഷം ആ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ആക്കി കൊടുത്തു. അതാകുമ്പോ ആ എണ്ണയെല്ലാം ചോറിലോട്ട് ഇറങ്ങുമല്ലോ. ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോയ ഫ്രൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ഇടണേ. എന്നിട്ട് നല്ല അടിപൊളി വറ്റമുളക് ചമ്മന്തി എടുത്ത് ചോറിന്റെ നടുഭാഗത്ത് വെച്ച് കുഴിയുണ്ടാക്കി. ഇതിന് ചോറ് കൊടുക്കുമ്പോൾ ഇപ്പോഴും എന്റെ വായിൽ വെള്ളം മൂറുന്നു. അടുത്തായി ഒരു ചെറിയ പീസ് മാങ്ങ അച്ചാറും ചോറിന്റെ ഒരു സൈഡിലോട്ട് വെച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഉള്ളി സവാള ഇട്ട് പൊരിച്ച മുട്ടയും വെച്ചു. അങ്ങനെ നമ്മുടെ അടിപൊളി പൊതിച്ചോറ് ഇവിടെ റെഡിയായി. ഇനി ഇത് നല്ല രീതിക്ക് മടക്കി പൊതിഞ്ഞു വെക്കണം. അങ്ങനെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാ സൈഡും നല്ല കൃത്യമായിട്ട് മടക്കി ചോറ് വെളിയിൽ പോകാത്ത രീതിയിൽ മടക്കി വെച്ചു. ഒരു 2 മണിക്കൂറോളം അത് അങ്ങനെ തന്നെ വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പൊതിച്ചോറ് ഞാൻ തുറന്നപ്പോഴത്തേക്ക് തന്നെ നല്ല അടിപൊളി മണമായിരുന്നു. നാട്ടിലെ വാഴയിലിൽ പൊതിഞ്ഞ മണമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല മണം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റും. അങ്ങനെ പൊതിച്ചോറ് കഴിക്കണ ആഗ്രഹം സാധിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. മസ്സലാമ.